തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് ഏത്? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞ ചോദ്യം വന്നാൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് 3 വശങ്ങൾ തന്നിട്ടുണ്ടല്ലോ, ആ 3 വശങ്ങളിൽ 2 വശങ്ങൾ തമ്മിൽ 2 ചെറിയ വശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ആ വലിയ വശമുണ്ടല്ലോ, ആ വലിയ വശവുമായിട്ട് എന്താണ് വലുതാണെങ്കിൽ, ഈ 2 ചെറിയ വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ് ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളവയാണ്. ഉദാഹരണത്തിന് 7, 3, 2 അല്ല 2, 3, 7 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 5ആണ് ആൻസർ കിട്ടുക. പക്ഷേ അതെന്താണ് 7നേക്കാൾ ചെറുതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ത്രികോണങ്ങളുടെ വശമാകാൻ സാധ്യതയുള്ളവയല്ല. അതുപോലെ തന്നെ 3, 1 3ഉം 1ഉം കൂട്ടിയാൽ 4ആണ്. അപ്പോൾ 4ഉം പിന്നെ 4ഉം അതും എന്താണ് ത്രികോണത്തിൻ്റെ വശമാകാൻ സാധ്യതയില്ല. സി നോക്കിക്കേ, 10ഉം 6ഉം 16. എന്നാൽ മൂന്നാമത്തെ വശമായ 15നേക്കാളും വലുതാണ് 10 + 6. 10ഉം 6ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 16. അതിനാൽ ഇതിൻ്റെ ഉത്തരമാകുന്നത് സി ആയിട്ടുള്ള 10, 6, 15 എന്നീ വശങ്ങളാണ്. ഡി 4, 2 അല്ലേ, 4ഉം 2ഉം എത്രയാണ്? 6ആണ് ആൻസർ കിട്ടുക. 6 തന്നെയാണ് ആറാമത്തെ വശവും. അതുകൊണ്ട് തന്നെ അതും ത്രികോണത്തിൻ്റെ വശമാകാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് എന്ന ചോദ്യത്തിന് നമുക്ക് ആൻസറുകൾ കണ്ടെത്താം.